വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറയുന്നത് സിബിനെതിരെ അനീതി കാണിച്ചു, സിബിനെ വെറുതെ ശിക്ഷിച്ചു, സിബിന് മാത്രം ശിക്ഷ കൊടുത്തു, മറ്റുള്ളവർ തെറ്റ് ചെയ്തിട്ടും ശിക്ഷ കൊടുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു വശത്ത് നിന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതിൽ ഏറ്റവും വലിയ ശിക്ഷ കിട്ടിയിരിക്കുന്നത് ജാസ്മിനും ഗബ്രിക്കുമാണ്. അവരുടെ മനസ്സിൽ ഇപ്പോൾ ലഡ് പൊട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. സിബിനെതിരെ അവിടെ ലാലേട്ടനും അതുപോലെ ബിഗ് ബോസ് ടീമും പല കാര്യങ്ങളും തെളിയിച്ച സമയത്ത് അവരുടെ മനസ്സിൽ ലഡ് പൊട്ടിയിരിക്കുകയാണ്. ജാസ്മിന്റെയും ഗബ്രിയുടെയും മനസ്സിൽ അവിടെ ലഡ് പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ളൊരു തോന്നൽ, ജാസ്മിൻ ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്നൊരു തോന്നൽ. പക്ഷേ ജാസ്മിൻ പ്രേക്ഷകരെ കൂടുതൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ജാസ്മിൻ കുറെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അതെല്ലാം ശരിയാണ് എന്നൊരു തോന്നലാണ് ജാസ്മിന്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ കൂടുതൽ കുഴിയിലേക്ക് ഇനി വീഴാനാണ് സാധ്യത കൂടുതൽ. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞ നിലയ്ക്ക് ഇനി ഇതല്ല ഇതിനപ്പുറം ഞാൻ ഗെയിം കളിക്കും എന്നുള്ള ലെവലിലേക്കാണ് ഇനി ജാസ്മിനും ഗബ്രിയും മാറാനായിട്ട് പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ജാസ്മിനും ഗബ്രിക്കും ഇനി അവിടെ എന്ത് കാര്യമാണുള്ളത്? കൂടുതൽ നെഗറ്റീവ് ആവുക എന്നല്ലാതെ യാതൊരു കാര്യവുമില്ല. ഇപ്പൊ ജാസ്മിനും ഗബ്രിയെ ലാലേട്ടൻ അവിടെ ചോദ്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആർക്കാണ് അത് ദോഷം ചെയ്യുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെ ദോഷം ചെയ്യുന്നത് ജാസ്മിനും ഗബ്രിക്കും മാത്രമാണ്. അവർ കൂടുതൽ നെഗറ്റീവ് ആവുകയും പ്രേക്ഷകരുടെ അനിഷ്ടം കൂടുതൽ വാങ്ങിച്ചു കൂട്ടുകയും അവർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തു പോവുകയും ചെയ്യും. അല്ലാതെ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള കാര്യം ഒന്നും അവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. പ്രേക്ഷകരുടെ പിന്തുണ ഇല്ലാതെ അതിനെ കപ്പ് വാങ്ങിക്കാനായിട്ട് പറ്റുമോ? ബിഗ് ബോസ് അല്ലല്ലോ സ്വന്തമായിട്ട് ഒരു കപ്പ് എടുത്തു കൊടുക്കുന്നത്. പ്രേക്ഷകരുടെ പിന്തുണ 90% ഇല്ലാത്ത വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. അപ്പോ ലാലേട്ടനും അവിടെ ബിഗ് ബോസ് ടീമും ജാസ്മിനെയും ഗബ്രിയെയും ചോദ്യം ചെയ്യാത്തത് മറ്റൊരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ കൂടുതൽ കുഴിയിൽ ചാടിക്കുന്നതിന് തുല്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ലാലേട്ടനെയും ബിഗ് ബോസിനെയും തെറി വിളിക്കുന്ന സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണത്. സിബിനെ പക്ഷെ എന്തിനെ ചീത്ത വിളിച്ചു, ശിക്ഷ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിബിന്റെ ഭാഗത്ത് ഫോൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഫോൾട്ടുകൾ സിബിൻ തിരുത്തിക്കൊണ്ട് വന്നാലേ സിബിന് ഒരു വിന്നർ ആവാനുള്ള യോഗ്യത ഉണ്ടാകൂ. സിബിൻ ഈ ലെവലിൽ സിബിൻ ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അഹങ്കാരം കളയാൻ വേണ്ടി മാത്രമാണ് ബിഗ് ബോസ് സിബിനെ ഒരു ശിക്ഷ കൊടുത്ത് സിബിനെ മാറ്റി നിർത്തിയത്. അല്ലാതെ ഒരിക്കലും അവിടെ ജാസ്മിനെയും ഗബ്രിയെയും സംരക്ഷിച്ചു എന്നല്ല എനിക്ക് തോന്നിയത്. അവർ രണ്ടുപേരെയും കൂടുതൽ കുഴിയിലേക്ക് ചാടിക്കുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയത്.